കൊല്ലത്ത് കടൽമണൽ ഖനനത്തിനെതിരെ കോൺഗ്രസും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും കടലിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്നു മുതൽ വൈകിട്ട് 5 മുതൽ നാളെ രാവിലെ 8 വരെയാണ് സമരം. കടലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി വേദിയൊരുക്കിയാണ് രാപ്പകൽ സമരം. ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് കോൺഗ്രസും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും ചേർന്ന് കടലിൽ രാപ്പകൽ സമരം നടത്തുന്നു. വൈകിട്ട് 5 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെയാണ് സമരം നടത്തുന്നത്. കൊല്ലത്താണ് ഈ സമരം നടക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ബോട്ടിലാണ്. 6 ബോട്ടുകൾ കൂട്ടിക്കെട്ടി അതിലൊരു വേദി ഒരുക്കി ഇവിടെ വെച്ചാണ് സമരം നടത്തുന്നത്. അതായത് ഇന്ന് 100ഓളം പ്രവർത്തകർ ഈ വേദിയിലുണ്ടാകും. തുടർന്ന് മറ്റു വള്ളങ്ങളിലൊക്കെ ആയിട്ട് 500ഓളം പ്രവർത്തകരെയാണ് ഇവർ കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കുണ്ടറ MLA ആയ PC വിഷ്ണുനാഥാണ്. സമാപന സമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് KC വേണുഗോപാൽ MP ആണ്. കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയെല്ലാം ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്താണ് ഈ ആഴക്കടൽ മണൽ ഖനനം ചെയ്യുന്ന ആദ്യ സ്ഥലം കൊല്ലമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കടലിലൊരു രാപ്പകൽ സമരം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. കൂടുതൽ ഇങ്ങനെയായിരിക്കും സമരം ശക്തിപ്പെടുത്തും. നിങ്ങൾ സമരം നല്ല ശക്തിപ്പെടുത്തും. ഇവിടെ നമ്മൾ ഇതിന് ഒരു മുന്നോടിയായിട്ട് ഇന്ന് തന്നെ ഒരു കേന്ദ്ര സർക്കാർ ഇന്ന് വീണ്ടും ടെൻഡർ ക്ഷണിക്കുന്നതിന് മാർച്ച് മാസം 5-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ നമ്മുടെ സമരം ശക്തമായതിൻ്റെ പേരിൽ അവർ കൂടുതൽ അവർ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവിടെ എങ്ങനെയൊക്കെയായിരിക്കും സമരം? ഇന്ന് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഇന്ന് 5 മണി മുതൽ തുടങ്ങുന്ന സമരം രാവിലെ 8 മണി വരെയാണ്. ഞായറാഴ്ച രാവിലെ 8 മണി വരെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ മുഴുവനും ഇന്നിവിടെ സജ്ജമായി ഇവിടെ വന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാതെ തന്നെ ഇവിടെയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇന്ന് ഈ സമരത്തിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ സമരം നടത്തുന്നത്. ആഴക്കടൽ മണൽ ഖനനം ആദ്യം കൊല്ലത്താണ് അതിനെ നിങ്ങൾ അനുവദിക്കത്തില്ല. ഞങ്ങളുടെ ജീവൻ കൊടുത്തു വേണമെങ്കിലും ഞങ്ങൾ അവസാനം വരെ കടലിൻ്റെ മക്കൾക്കും തീരദേശവാസികൾക്കുമാണെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടിയാണ് ഞങ്ങളിവിടെ ഏത് അദാനി ഗ്രൂപ്പ് വന്നിരുന്നാലും അവരിവിടെ ഒരു ഡ്രഡ്ജിങ് നടത്താതെ തന്നെ ഇവിടെ അവിടെ നിന്ന് തിരിച്ചു പോകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ ആർക്കെങ്കിലും ഓരോ ജീവൻ ഇവിടെ ഒരു ജീവനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഈ കടൽ ഖനനം ഞങ്ങളിവിടെ സമ്മതിക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഒറ്റ ഐക്യമാണ് ഇവിടെ. എല്ലാവരും ഒന്നിച്ചാണ് നിന്നുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ എതിർപ്പാണ് ഇവിടെ കോൺഗ്രസിനും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം. അതായത് മത്സ്യ സമ്പത്തിനെ ബാധിക്കുന്ന തരത്തിൽ മണൽ ഖനനം നടത്തി കഴിഞ്ഞാൽ അത് ഇവരുടെ ഉപജീവന മാർഗത്തെ തന്നെ ബാധിക്കുകയും ചെയ്തും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ സമരത്തെ എതിർക്കുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന സമരം രാപ്പകൽ സമരത്തിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്യും. വൈകിട്ട് 5 മണിക്ക് PC വിശ്വനാഥ് MLA ആയിരിക്കും സമരം ഉദ്ഘാടനം ചെയ്യുക. കൊല്ലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.